പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17 അധ്യായം 14 മുതലുള്ള വാക്യം, 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശദീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശദീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശദീകരിക്കുന്നു. ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യത്താൽ അവരെ വിശദീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. നമുക്ക് വിശുദ്ധീകരണം എന്നുള്ളൊരു സബ്ജക്റ്റ് നമ്മളെല്ലാവരും ഒരുപാട് കേൾക്കുന്ന സബ്ജക്റ്റാണ്. 17-ാം അധ്യായത്തില് കർത്താവ് ഇനി അധിക നാളൊന്നും അവരുടെ കൂടെ ഇല്ല, അധിക സമയമില്ല കർത്താവ്. ഇപ്പൊ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ് ഈ 17-ാം അധ്യായം. 17-ാം അധ്യായം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ബൈബിളില്. അതിനകത്ത് 1 മുതലുള്ള വാക്യങ്ങളില് 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ്. മഹാപുരോഹിത പ്രാർത്ഥനയാണ് കർത്താവിന്. ഒരു മഹാപുരോഹിതന് തന്റെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിനെ പോലെ ഉള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, കർത്താവ് നമുക്ക് ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ആ പുരോഹിതൻ നമുക്ക് വേണ്ടി തന്റെ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഇവരെ വിശുദ്ധീകരിക്കണം എന്നുള്ളതായിരുന്നു. കർത്താവ് ഇവരെ വിശുദ്ധീകരിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഈ വിശുദ്ധീകരണം എന്തുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമായിരിക്കുന്നത്? കാരണം ദൈവം ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരാകണം. അപ്പൊ അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വിശുദ്ധരായിരിക്കണം, നമ്മൾ വിശുദ്ധി പ്രാപിക്കണം. ദൈവം ഹോളിയാണ്, നമ്മളും ഹോളി ആകണം. അല്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ആർക്കും കടക്കുവാൻ കഴിയത്തില്ല. എബ്രായ ലേഖനം പറയുന്നുണ്ട്. അപ്പം വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതീകരിക്കപ്പെട്ട സുവിശേഷം വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. വിശുദ്ധീകരണം വേണം. സഭയിലെ പ്രബോധനവും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കൂട്ടായ്മയും എല്ലാം നമ്മളെ വിശുദ്ധീകരണം, കുടുംബജീവിതം എല്ലാം നമ്മളെ വിശുദ്ധീകരണത്തിന്റെ തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ഈവിള് നിറഞ്ഞ ലോകത്തിൽ നമ്മൾ ഒരു വിശ്വാസി ആയിരിക്കുന്നത് തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ട് ഈ ലോകത്തിൽ ഇത്രയും ഈവിള് നിറഞ്ഞിരിക്കുന്നു? എങ്ങോട്ട് തിരിഞ്ഞാലും ടെംപ്റ്റേഷൻ, എങ്ങോട്ട് തിരിഞ്ഞാലും ട്രയൽസ്, എങ്ങോട്ട് തിരിഞ്ഞാലും തിന്മ ഭവിക്കാനുള്ള സാധ്യത. അപ്പൊ ഇതിന്റെ മധ്യയാണ് ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുവാൻ ആക്കി വെച്ചിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ വിശ്വാസിയാണെന്നുള്ള ഒരു അടയാളം എന്ന് പറഞ്ഞാൽ തന്നെ ഈ വിശുദ്ധീകരണം അവന് നടക്കുന്നു എന്നുള്ളതാണ്. ഈ വിശുദ്ധീകരണം നടക്കുന്നതാണ് ഒരു വിശ്വാസിയാണ് എന്ന് തെളിയിക്കുന്നത്. കാരണം അവൻ രക്ഷിക്കപ്പെട്ടത് തന്നെ വിശുദ്ധീകരണത്തിനായിട്ട് തന്നെ. വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ് നാം രക്ഷിക്കപ്പെട്ടത്. നാം രക്ഷിക്കപ്പെട്ടത് എന്തിനാണ്? സ്വർഗത്തിൽ പോകേണ്ടതിന് വേണ്ടിയാണോ? അത് മാത്രമല്ല, സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. അത് നമ്മൾ രക്ഷിക്കപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം വിശുദ്ധീകരണമാണ്. അതാ കർത്താവ് പറഞ്ഞേ, ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഗുണം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഒരൊറ്റ നീടേ ഉള്ളൂ, വിശുദ്ധീകരണം. വേറെ ഒരു നീടും ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ നീട് ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ വലുതായി എടുത്ത് കാണിക്കാതെ. കാരണം നമുക്കുള്ള ഒരു ഒറ്റ നീടെന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിനാൽ ജീവിക്കുന്നു, നമ്മൾ നിത്യജീവനിൽ പ്രവേശിച്ചിരിക്കുന്നു, നമ്മൾ വിശ്വാസത്താൽ കർത്താവിന്റെ ലൈഫിലേക്ക് കടന്നിരിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ജഡത്തിൽ അവിടെ പോയി നിൽക്കേണ്ടതിന് വേണ്ടി ആവശ്യമായ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിയാണ്, വേറെ ഒന്നുമല്ല. അപ്പം ദൈവത്തെ നമ്മൾ കാണുമ്പോൾ അവനിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിശുദ്ധിയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തില് അതിന്റെ 3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ. അവനെ കണ്ടിട്ട് എന്താണ് ദൂതന്മാര് പറഞ്ഞത്? ഹോളി 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 എന്നാ പറഞ്ഞത്. കർത്താവിൽ ദൈവത്തിൽ നിറഞ്ഞു നിന്നിരുന്ന എന്താണ്? ഹോളിനെസ് ആണ്, വിശുദ്ധി, അവന്റെ വിശുദ്ധി. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധന്മാരാകണം. അത് ആവശ്യമാണ്. വിശുദ്ധീകരണം, അതിനുവേണ്ടിയാണ് പുത്രൻ ലോകത്തിലേക്ക് വന്നത്, അതിനുവേണ്ടിയാണ് പുത്രൻ തകർക്കപ്പെട്ടത്, അതിനുവേണ്ടിയാണ് പുത്രൻ നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്. എല്ലാം നമ്മളെ വിശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടിയാണ്. വിശുദ്ധീകരണം വളരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത്യാവശ്യമായ ഘടകമാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാം അധ്യായത്തില് 17-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഒരു നിർബന്ധമുണ്ട്. അത് നമ്മൾ കണ്ടു. ദൈവത്തിന് നിർബന്ധമാണ് നമ്മളെ വിശുദ്ധീകരിക്കണം എന്നുള്ളത്. അതാണ് അവന്റെ ആദ്യത്തെ നിർബന്ധം, നമ്മളെ വിശുദ്ധീകരിക്കണം. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധി, ഹോളി. നമുക്ക് എല്ലാവർക്കും അറിയാം, സെപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെ, സെപ്പറേറ്റഡ് ആകുകയാണ്. എങ്ങനെ സെപ്പറേറ്റ് ആണ്? ഇപ്പൊ ഒരു പേപ്പർ എടുത്ത് ഞാൻ രണ്ടായിട്ട് കീറി രണ്ടായിട്ട് എറിയുമ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റഡ് ആകുകയാണ്. അതുപോലാണ് വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ. ഹോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായി സെപ്പറേറ്റഡ് ആകുകയാണ്. നമ്മൾ ഈ ലോകത്തോട് ലയിച്ചു ചേർന്നവരായിരുന്നു. ലോകത്തിൽ നിന്നും
എല്ലാ വൈകാരിക ബന്ധങ്ങളിൽ നിന്നും, എല്ലാ വൈകാരികമായ തലങ്ങളിൽ നിന്നും, എല്ലാ സെൻസേഷൻ ആ തലങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ നമ്മൾ സെൻസേഷനലി നമ്മൾ ജീവിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? നമ്മുടെ സെൻഷ്വൽ ലിവിങ് ആയിരുന്നു, നമ്മുടെ കർത്താവിനെ അറിയുന്നതും വരെയുള്ള എല്ലാ സെൻഷ്വൽ ലിവിങ്ങിൽ നിന്നും, എല്ലാ ജഡീകമായ ജീവിതത്തിൽ നിന്നും, എല്ലാ ഭൗതികമായ ജീവിതത്തിൽ നിന്നും എല്ലാം നമ്മളെ എന്ത് ചെയ്യാണ്? സെപ്പറേറ്റഡ് ആക്കുക. എന്ത് സെപ്പറേറ്റഡ് ആക്കുക? ഈ കൂട്ടം വേറെ ഒരു കാര്യത്തിന് വേണ്ടിയാ, ഈ ലോകത്തിന് വേണ്ടിയല്ല. അപ്പൊ ഈ ലോകം നമ്മളെ നോക്കുമ്പോൾ ഈ കൂട്ടർ വേറെ എന്തിനു വേണ്ടിയുള്ളതാണ്? ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയുള്ളവരല്ല. അപ്പൊ വിശുദ്ധീകരിക്കപ്പെട്ട കൂട്ടം സെപ്പറേറ്റഡ് ആയിട്ട് ഈ ലോകത്തിൽ നിൽക്കുന്നത് ലോകത്തിന്റെ സാക്ഷ്യമാകുന്നത് എങ്ങനെ? ഇവർ സെപ്പറേറ്റഡ് ആണ്. ഈ ലോകത്തിന്റെ നീതി സംബന്ധിച്ച് ഇവർ സെപ്പറേറ്റഡ് ആണ്. ഇവിടുത്തെ കാഴ്ചപ്പാടുകൾ വെച്ചിട്ടും ഇവർ സെപ്പറേറ്റഡ് ആണ്. അപ്പം ആ ഒരു വിശുദ്ധീകരണ സഭയെ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആക്കിയാണ്. അതെങ്ങനെയാണ്? ആന്തരികമായ ഒരു സെപ്പറേഷൻ. പലപ്പോഴും ആൾക്കാർക്ക് ഈ സെപ്പറേഷൻ കിട്ടാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഭൗതികമായ ഒരു സെപ്പറേഷൻ ഉണ്ടാകും, വസ്ത്രങ്ങളിലൂടെ. അതാണ് ഈ മതം ഉണ്ടാക്കുന്നത്. മതം എപ്പോഴും ഉണ്ടാക്കുന്നത് പ്രവൃത്തിയാൽ ഒരു വിശുദ്ധീകരണം, ഒരകൽച്ച ലോകത്തിൽ നിന്ന്. ഞങ്ങൾ ഇന്ന മതക്കാരാണ്. പക്ഷെ സഭ അങ്ങനെ ആകാനല്ല, വിശ്വാസികൾ അങ്ങനല്ല സെപ്പറേറ്റഡ് ആകുന്നത്. നമ്മൾ നമ്മുടെ ജീവൻ കൊണ്ടാണ് സെപ്പറേറ്റഡ് ആകുന്നത്. ജീവൻ കൊണ്ടാണ്. നമ്മുടെ ജീവനായ ക്രിസ്തു, അതാണ് നമ്മളെ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആക്കുന്നത്. ജീവനായ ക്രിസ്തുവാണ് നമ്മുടെ വിശുദ്ധീകരണം. ജീവനായ ക്രിസ്തുവാണ് നമ്മളെ നിന്ന് ലോകത്തിൽ നിന്ന് സെപ്പറേറ്റ് ആക്കുന്നത്. നമ്മുടെ ജീവിതമല്ല, നമ്മുടെ ജീവനാണ്. നമ്മുടെ ജീവിതം ആയിരുന്നെങ്കിൽ പറയാമായിരുന്നു, അത് മതങ്ങളിലെല്ലാം കാണും. അവരുടെയൊക്കെ ജീവിതങ്ങളാണ് അവരെ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആക്കുന്നത്, അവരുടെ ആചാരങ്ങൾ, അവരുടെ രീതികൾ. പക്ഷെ നമ്മുടെ ജീവനാണ് നമ്മളെ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതമായി മാറുന്നത്. അപ്പം കർത്താവ് അതുകൊണ്ടാണ് ഇവിടെ എവരെ വിശുദ്ധീകരിക്കണമേ എന്നുള്ളൊരു ഒറ്റ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ ലോകത്തിൽ 14 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. ഇപ്പൊ ലോകത്തിൽ നിന്നുള്ള, ഞാൻ ലൗകികനല്ല, അവരും ലൗകികന്മാരല്ലായക കൊണ്ട്, ലോകത്തിൽ നിന്നുള്ള ആന്തരികമായ ഒരു സെപ്പറേഷൻ, അതിനുവേണ്ടിയായിരുന്നു കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അതിന് പിതാവായ ദൈവം മറുപടി കൊടുത്തോ? ഇവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവം മറുപടി കൊടുത്തോ? മറുപടി കൊടുത്തു. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവ് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങി വന്ന് എല്ലാവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മളെ എല്ലാവരെയും പുത്രന്റെ വിശുദ്ധീകരണത്തിന്റെ തലത്തിലേക്ക് കമ്പൽ ചെയ്ത് കൊണ്ടുവന്നത്. കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളിലേക്ക് തന്ന് നമ്മളെ വിശുദ്ധീകരണത്തിന്റെ തലം. അപ്പൊ വിശുദ്ധീകരണം എന്ന് ബൈബിളില് 3 തലത്തിലാണ് വിശുദ്ധീകരണം നമ്മൾ ബൈബിളിൽ കാണുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന്, എന്താ പറയുന്നത്, പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. ദൈവം നമ്മളെ രക്ഷിച്ച ആ നിമിഷം തന്നെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ അതിന്റെ 6:11. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നുവെങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടു, ആ നിമിഷം തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ അതിനെപ്പറ്റി വലുത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ട് ഇല്ല. നമ്മളെല്ലാവരും വിശ്വസിക്കപ്പെടുന്ന സമയത്ത് തന്നെ, ആ നീതീകരിക്കപ്പെടുന്ന സമയത്ത് തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ അത് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിൽ അല്ല, പൊസിഷണലി ക്രിസ്തുവിലുള്ള പൊസിഷൻ, ആ പൊസിഷണലി നമ്മളെല്ലാവരും നമ്മുടെ നിത്യതയിലുള്ള നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അതായത് എപ്പോഴും പിതാവായ ദൈവം നമ്മളെ നോക്കുമ്പോൾ പുത്രനിലൂടെയാണ് നോക്കുന്നത്. പുത്രനിലൂടെ നമ്മളെ നോക്കുമ്പോഴൊക്കെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, നമ്മൾ പെർഫെക്റ്റ് ആണ് ഇൻ ക്രൈസ്റ്റ്. പിന്നെ രണ്ടാമത്തെ വിശുദ്ധീകരണം പ്രോഗ്രസീവ് ആണ്. അത് നമ്മൾ ഇവിടെ നടക്കുന്ന ഈ വിശുദ്ധീകരണം പ്രോഗ്രസീവ്. അതിന് 1 തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4:3. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. അപ്പം ഇവിടെ ഒരു പ്രോഗ്രസീവ് നമ്മുടെ ലൈഫിൽ നടക്കേണ്ട, ആ ഒബീഡിയൻസിലൂടെ വരേണ്ട ഒരു വിശുദ്ധീകരണമാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഉണ്ടാകേണ്ട ഒരു വിശുദ്ധീകരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി 3ാമത്തെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റഡ് ഇൻ സാങ്ക്ടിഫിക്കേഷൻ. അതായത് നമ്മൾ സാങ്ക്ടിഫിക്കേഷൻ പൂർത്തിയായിരിക്കുന്ന അവസ്ഥ, രക്ഷ നമ്മൾ പൂർത്തി ആയിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് ഈ നമ്മൾ തന്നെ നാളെ നിത്യതയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി, കളങ്കമില്ലാത്തവരായി, ഒരു കളങ്കവും ഇല്ലാത്തവരായി ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആ അവസ്ഥയാണ്. അതാണ് ഈ പറയുന്ന പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. പൂർണ്ണമായി നടന്നിരിക്കുന്നു, സാക്ഷാൽ പൂർണ്ണമായും നടന്നിരിക്കുന്നു. അതാണ് നമുക്ക് 1 തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനത്തില് അതിന്റെ 3:13 വാക്യം ഇങ്ങനെ: നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം
നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കുറച്ചുകൂടെ കയറ്റി വരുന്ന 5:23 വായിക്കാം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ ആത്മാവും പ്രാണനും ദേഹവും പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ അനന്യമായി വെളിപ്പെടും. ഏതാണ്? എന്ന് നിത്യതയിൽ. അതാണ് ആ വിശുദ്ധീകരണത്തിന്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ആ വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണെന്ന് അറിയാവോ? കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ ആണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നതിനെ പറ്റിയാണ് കർത്താവ് അവരോട് പറയുന്നത്. ഇപ്പം ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികന്മാരല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ നിന്ന്. 19 വാക്യം, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന്. അപ്പൊ ഈ വിശുദ്ധീകരണം നമ്മളെ കൊണ്ടുവന്നത് എങ്ങോട്ടാണെന്നറിയോ? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാക്കിയാണ് കൊണ്ടുവന്നത്. ദൈവത്തിന് മുന്നിൽ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി മാറുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ജീവനും വിശുദ്ധിയുമുള്ള യാഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യാഗമാണ്, ഒരേ സമയം യാഗമാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ ലൈഫാണ് അതിനകത്ത് മുഴുവനും കാണുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ മനസ്സ് സംബന്ധിച്ച് അവിടെ 12 അധ്യായം പറയുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്നാണ് അടുത്ത വാക്യം പറയുന്നത്. ആ മനസ്സ് പുതുക്കലുള്ള, എന്റെ മനസ്സ് പൂർണ്ണമായും എന്റെ ഇഷ്ടങ്ങളോട് മരിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ ഇഷ്ടം പൂർണ്ണമാകുന്ന ഒരു അവസ്ഥ, അതാണ് ദൈവത്തിന് മുന്നിൽ വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവത്തിന്റെ മുന്നിൽ വിശുദ്ധിയും നിഷ്കളങ്കവുമായ യാഗമായി സമർപ്പിക്കാൻ ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ അത് പറയുന്നത് എന്താണ്? നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ഇല്ലാതാകുന്ന ഒരവസ്ഥ. എന്റെ ജഡത്തിലെ ഇഷ്ടങ്ങൾ, എന്റെ മനസ്സിന്റെ ചിന്തകളെല്ലാം ഇല്ലാതായി ക്രിസ്തുവിന്റെ മനസ്സ് ആ മനസ്സിൽ പൂർണ്ണമാകുന്ന ഒരു അവസ്ഥ. അതാണ് ദൈവത്തിന്റെ മുന്നിൽ ഒരു സാക്രിഫൈസ് ആയി മാറുന്നത്, ഒരു യാഗമായി മാറുന്നത്. ഞാൻ ഓരോ ദിവസവും എന്റെ ഇഷ്ടങ്ങളോട്, എന്റെ തീരുമാനങ്ങളോട് എല്ലാം ഞാൻ നോ പറഞ്ഞ് ദൈവത്തിന്റെ മുന്നിൽ ഞാൻ ഒരു യാഗമായി ഇരിക്കുകയും അവിടെ എന്റെ ലൈഫ് എന്താ വരുന്നത്? ക്രിസ്തുവിന്റെ ലൈഫാണ് വരുന്നത്. അപ്പൊ ഞാൻ ജീവിക്കുന്നുണ്ടോ? ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു? മരിച്ചു. സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇതാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണ്. ജീവിക്കുന്നത് അപ്പോഴും എന്നിലൂടെ ഒരു ജീവൻ വരുന്നുണ്ട്, അത് ക്രിസ്തുവിന്റെയാണ്. ഇതാണ് ലിവിങ് സാക്രിഫൈസ്. നമ്മൾ അനങ്ങാത്ത അവസ്ഥ. അവിടെ ജീവനുണ്ടോ? ജീവനുണ്ട്. ആരുടെ ജീവനാ? ക്രിസ്തുവിന്റെ ജീവനാണ്. അതാണ് വിശുദ്ധി. ദൈവത്തിന്റെ മുന്നിൽ വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വിശുദ്ധിയുടെ പ്രോഗ്രഷൻ നമ്മളെ എങ്ങോട്ടാ കൊണ്ടുവന്നത്? നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി മാറുകയാണ്. അതായത് എന്നിൽ നിന്ന് നീതി വരുന്ന ക്രിസ്തുവിന്റെ നീതി, പ്രവൃത്തി ക്രിസ്തുവിന്റെ പ്രവൃത്തി. അപ്പൊ അതാണ് വിശുദ്ധീകരണത്തിന്റെ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞത്. ആ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അതാണ്. എബ്രായ ലേഖനം അതിന്റെ 12 അധ്യായം 14 വാക്യം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും, ഇതാണ് നമ്മൾ പറഞ്ഞത്, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവസന്നിധിയിൽ കിടക്കില്ല. അതുകൊണ്ട് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്. അപ്പൊ രക്ഷിക്കപ്പെട്ടവരെല്ലാം ആ ഒരു തലത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, വിശുദ്ധീകരണത്തിന്റെ തലത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എബ്രായലേഖനക്കാരൻ പറഞ്ഞത് നിങ്ങൾ എന്തായാലും വിശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ട് ഇനി അധികം താമസിക്കാതെ ആ സഹോദരനോട് ഇപ്പം തന്നെ അങ്ങ് ക്ഷമിച്ചു. ഈ വിശുദ്ധീകരണം പ്രാപിക്കാതെ എന്തായാലും പോകാൻ പറ്റത്തില്ല. ശുദ്ധീകരണം നടക്കും. അപ്പം രക്ഷിക്കപ്പെട്ടവൻ വിശുദ്ധീകരിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. വിശുദ്ധീകരണം പ്രാപിക്കാതെ സ്വർഗത്തിൽ പോകത്തില്ലെന്നും ഉറപ്പാണ്. അപ്പൊ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവൻ വിശുദ്ധീകരിക്കപ്പെടും, ശുദ്ധീകരണം പ്രാപിക്കും, അത് ഉറപ്പാണ്. നമ്മൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ വിശുദ്ധീകരണം എന്ന പ്രോസസ് നമ്മളിൽ നടക്കും. എല്ലാ മുടന്തുള്ളത് ഉളുക്കി പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവിൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പിൻ എന്നാണ് പറയുന്നത്. അപ്പം ഈ വിശുദ്ധീകരണം, അപ്പൊ നമ്മുടെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ സാഹചര്യങ്ങളും, അത് ദോഷമായിക്കോട്ടെ എന്തുമായാലും ദൈവം എന്തിനു വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്? വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. ആ ഒരൊറ്റ പർപ്പസേ ഉള്ളൂ ദൈവത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ദൈവത്തിന് എപ്പോഴും ഇമ്പോർട്ടന്റ്, പുത്രൻ പറഞ്ഞു അവരെ വിശുദ്ധീകരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ മുന്നിൽ പുത്രൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് മറ്റു പല ആവശ്യങ്ങൾ പറയുമ്പോഴും ആത്മാവ് ഇതൊന്നും ചെവികൊള്ളുന്നില്ല. ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉച്ചരിക്കാൻ കൂടാത്ത ഞെരുക്കങ്ങളാൽ ദൈവത്തോട് പക്ഷാപാതം പറയുന്നത് എന്താണ്? അവനെ വിശുദ്ധീകരിക്കണമേ, അവൻ വിശുദ്ധീകരിക്കപ്പെടണം, അതുകൊണ്ട് അവൻ അവിടെ ആ കാര്യം അവന് കൊടുക്കണ്ട, അവൻ വിശുദ്ധീകരിക്കപ്പെടണം. അപ്പൊ നമ്മൾ പറയും അവൻ നമ്മുടെ അപ്പനാണ്, നമുക്കുള്ളതെല്ലാം തരും എന്ന് പറയുമ്പോൾ അപ്പനൊക്കെ ശരിയാണ്, അതുകൊണ്ടാണ് സ്വന്തം ജീവനെ തന്നെ, സ്വർഗത്തിലുള്ള ഏറ്റവും മൂല്യമേറിയതാണ് തന്നത്, അപ്പനായതുകൊണ്ടാണ്. അപ്പം
ലോകത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില കുട്ടികൾ മുട്ടായിക്ക് വേണ്ടി കടിപിടി കൂടുമ്പോൾ അപ്പം പറയും വേണ്ട, അത് കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് പല്ല് പുഴുകും, അതുകൊണ്ട് നീ അത് കഴിക്കണ്ട എന്ന് പറയും. അതുപോലെ അപ്പൊ അത് കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ, മുട്ടായി കൊടുക്കാതിരിക്കും. ദൈവം നമ്മളോട് പല സാഹചര്യത്തിലും നോ എന്ന് പറയുന്നത് നമ്മൾ ആ വിശുദ്ധീകരണം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്, നമ്മൾ ആ വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകേണ്ടതിന് വേണ്ടിയാണ്. ചില വ്യക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നന്നാകാതെ നിൽക്കുന്നതും നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കേണ്ടതുണ്ട്. ചില അയൽക്കാരൊക്കെ മാറാത്തതും നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കേണ്ടതുണ്ട്. ഈ റോഡൊന്നും നന്നാകാത്തതും നമ്മൾ വിശുദ്ധീകരണം പ്രാപിക്കേണ്ടതുണ്ട് തന്നെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് 17-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ഈ ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. അപ്പൊ നമ്മളവിടെ കർത്താവിന്റെ ജീവൻ നമ്മളെ എന്താ ചെയ്യുന്നത്? ലോകത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആക്കിയാണ് എന്ന് നമ്മൾ കണ്ടു. ഇപ്പൊ ലോകത്തിൽ ഒരു വിശ്വാസി എങ്ങനെ സെപ്പറേറ്റഡ് ആകുന്നത്? ഇവിടെ പറഞ്ഞ ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കാൻ നേരം പറയാണ്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണമെന്നത്ര. അപ്പൊ ലോകത്തിൽ നിന്ന് എടുക്കാനല്ല, ഈ ദുഷ്ടത പറഞ്ഞ ലോകത്തിൽ തന്നെ അവർ നിൽക്കട്ടെ, പക്ഷെ ലോകത്തിൽ നിന്ന് എടുക്കാനല്ല പ്രാർത്ഥിക്കുന്നത്. ലോകത്തിൽ അതിന്റെ ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്, സംരക്ഷിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ലോകത്തിൽ ആണ് നമ്മൾ. ലോകത്തിൽ ഒരു ലൗകികനല്ലാത്തത് പോലെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമോ? ഇപ്പൊ ഒരു ബോട്ട് എവിടെ കിടക്കുന്നത്? വെള്ളത്തിലാണ് കിടക്കുന്നത്. പക്ഷെ ബോട്ടിനകത്ത് വെള്ളമുണ്ടോ? ഇല്ല, ബോട്ടിനകത്ത് വെള്ളമില്ല. അതുപോലെയാണ് നമ്മൾ ഈ ലോകത്തായിരിക്കുന്നത്. നമ്മൾ ലോകത്തിലാണ്, പക്ഷെ നമ്മളിൽ ലോകം ഉണ്ടാകാൻ പാടില്ല. നമ്മളിൽ നിന്ന് ലോകം ഇല്ലാതാകുന്ന അവസ്ഥയാണ് വിശുദ്ധീകരണം. അപ്പൊ നമ്മളെവിടാണ്? ലോകത്തിലാണ്, പക്ഷെ നമ്മളിൽ ലോകം ഉണ്ടാകാൻ പാടില്ല. ആ ലോകം ഇല്ലാതാകുന്ന ക്രിസ്തുവിന്റെ നീതി വളരുന്ന അവസ്ഥയാണ് വിശുദ്ധീകരണം. വിശുദ്ധീകരണത്തെ പറ്റി രാപകൽ നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, വിശുദ്ധീകരണത്തെ പറ്റി ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രോഗ്രഷൻ, നമ്മളിൽ ലോകമുണ്ടോ? നമ്മൾ ലോകത്തിലാണ്, ലോകം നമ്മളിലുണ്ടോ? ലോകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് വേണ്ടിയാണ് നമ്മൾ ദിവസം പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഈ ഹോളിനെസ്, നമ്മുടെ ഈ വിശുദ്ധീകരണമാണ് എന്താകുന്നത്? ലോകത്തിലെ മനുഷ്യർക്ക് സാക്ഷ്യമാകുന്നത്. ഇപ്പൊ സഭ സെപ്പറേറ്റഡ് ആകുന്ന കാണുമ്പോഴാണ് ലോകത്തിലെ മനുഷ്യർക്ക് അതിശയം തോന്നുന്നത്. അല്ലാതെ സഭയിലൂടെ ലോകം ഭയങ്കര ഗ്ലോറിയോടെ കാണുമ്പോൾ അപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്ര ലോകം കിട്ടത്തില്ല, സഭയിലൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കിട്ടും, കർത്താവിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നേട്ടം കിട്ടും എന്നല്ല കാണേണ്ടത്. ഇവിടെ ലോകത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയ കുറെ ആൾക്കാർ, അവരിൽ ഒട്ടും ലോകമില്ല, ലോകത്തിന്റെ ഇഷ്ടങ്ങളില്ല, ലോകത്തിന്റെ വ്യവസ്ഥകളിൽ. ലോകം എന്താ പറയുന്നത്? ഗുണമുള്ളതിനെ സ്നേഹിക്കുമ്പോൾ ഇവർ ഒരു ഗുണമില്ലാത്തതിനെ സ്നേഹിക്കുന്നു. ലോകം ഗുണമുള്ളവരെ കൈക്കൊള്ളുമ്പോൾ, ഇന്റർവ്യൂ ചെയ്തെടുക്കുമ്പോൾ ഇവര് ഒരു ഗുണമില്ലാത്തതിനെയും വേദന അനുഭവിക്കുന്നവരെയും കൈക്കൊള്ളുന്നു. ഫുൾ വേറെ നീതി, സെപ്പറേറ്റഡ് ആയിരിക്കുന്നു. 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, സത്യത്തിൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകും. കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ സത്യത്തിൽ വിശുദ്ധീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. സത്യത്തിൽ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കും ഡേ ബൈ ഡേ. അതെങ്ങനെയാണെന്നറിയോ? കഴിഞ്ഞ ദിവസം എന്നെ ഒരാളെ വിളിച്ചു. ഇപ്പം കഴിഞ്ഞ ദിവസമല്ല, കുറെ ദിവസം കൊണ്ടേ വിളിക്കുന്നുണ്ട്. അവർ പലതരത്തിലുള്ള സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്, വിശ്വാസിയാണ്. അപ്പോൾ ആദ്യത്തെ 2 ദിവസങ്ങളിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എന്തിനാണ് അവർ ഈ നിസ്സാര കാര്യങ്ങളിൽ ഇങ്ങനെ ഇതാകുന്നതെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അത് കഴിഞ്ഞ് ദൈവം എന്നിലൂടെ അവരോട് സംസാരിച്ചു. അത് എനിക്കും ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഞാനും അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതായത് അവരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിരുന്നു. അവരുടേതായ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആ വേദനയിലൂടെ ഒക്കെ കടന്നു പോവുകയായിരുന്നു. അപ്പം എന്നിലൂടെ ദൈവം സംസാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഈ പ്രാണന്റെ തലത്തിലാണ് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. വല്ലാത്ത നെഞ്ചിനകത്തുള്ളിൽ ഒരു ഭാരം. എപ്പോഴും ആൾക്കാർ ഇന്നർ ഹീലിങ്ങിന് വേണ്ടി എന്തിനാ ഓടുന്നത്? എല്ലാ മനുഷ്യർക്കും ഇന്നർ ഹീലിംഗ് ആവശ്യമാണ്. ആർക്കാണ് ഈ ഇന്നർ ഹീലിംഗ് ആവശ്യമില്ലാത്ത? ഞാൻ നോക്കിയിട്ട് എല്ലാ മനുഷ്യരും ഉള്ളിൽ നിന്ന് വേദന അനുഭവിക്കുന്നുണ്ട്. ഇനി അല്ലാത്ത കുറെ ആൾക്കാരുണ്ട്, ഭയങ്കര ഹൃദയം കഠിനപ്പെട്ടു പോയവർ. ഈ പറയുന്ന വേദന അനുഭവിക്കുന്നവരെ കുറച്ചുകൂടെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ്. ഹൃദയം കഠിനപ്പെട്ടു പോയവരാണ് കർത്താവിന്റെ അടുത്ത് വരാൻ ഭയങ്കര പാട്. പക്ഷെ ഈ ഹൃദയവേദന എല്ലാവരും ഭയങ്കര ഭാരമായിട്ടാണ് കാണുന്നത്. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആവുന്നു, എനിക്ക് എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഭയങ്കര വൾണറബിൾ ആവുന്നു, ഞാൻ ദേഷ്യപ്പെടുന്നു, എന്തുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രോങ് ആവണം. ഇപ്പൊ ലോകം അവർക്ക് കൊടുക്കുന്ന ഗൈഡൻസ് എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യൂ, സ്ട്രോങ് ആകൂ, ബി സ്ട്രോങ്, ഇമോഷണൽ സ്ട്രോങ്, കഠിന ഹൃദയരായി മാറും എന്നാണ് പഠിപ്പിക്കുന്നത്. എന്താ പറയുന്നത്, ഇരുമ്പൊലക്ക പോലെ കുലുക്കമില്ലാത്ത ആളുകളായി മാറും എന്നാ പറയുന്നത് ലോകം പറയുന്നത്. സെൻസിറ്റീവ്നെസ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക്, വികാരങ്ങൾ കൊണ്ട് നിയന്ത്രിക്കപ്പെടാത്തതിനെ അവര് മനസ്സുകൊണ്ട് ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഈ ദിവസങ്ങൾ എന്നെ പഠിപ്പിച്ച ദൈവം എന്നോട് മനസ്സിലാക്കി തന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും ഒരു വിധത്തിലുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ പ്രാർത്ഥന കൊണ്ട് ഈ വിഷമം മാറാൻ നോക്കി കഴിഞ്ഞാൽ മാറത്തില്ല. ഈ ഇന്നർ ഹീലിംഗ് നമ്മുടെ ഏതെങ്കിലും ദേവദാസന്മാർ വന്ന് നമ്മുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും മാറത്തില്ല. ഇതൊരു ഹീലായി മാറുന്നത് അത് നമ്മൾ വിശുദ്ധീകരണത്തിന്റെ സത്യത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ്. അതെന്താണ് ആ സത്യം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് എന്താണ് ഈ സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത്? അപ്പം
ഇപ്പൊ ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തിയെന്ന് വെച്ചു, നമ്മളെ വേദനിപ്പിച്ചു, സ്വാഭാവികമായിട്ടും മനസ്സിന് കൺട്രോൾ ഉള്ള ഒരാളാണ്. ചെറിയ എന്തെങ്കിലും കുറ്റപ്പെടുത്തലാണെങ്കിൽ മനസ്സിനാൽ കൺട്രോൾ ചെയ്യപ്പെട്ട് അത് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിനാൽ കുറെ തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കും. അതങ്ങ് ക്ഷമിച്ചേക്കാം, അത് ചിരിച്ചൊക്കെ തരുള്ളൂ. പക്ഷെ അത് ഹീലായ ഉള്ളിൽ ഹീലായില്ല. ഉള്ളിൽ ഇപ്പോഴും ആ സാധനം അവിടെ കിടപ്പുണ്ട്. അത് ഹീലാകാതെ നമ്മൾ മൈൻഡിന്റെ കവർ എന്ത് വെച്ച് ഇതിന് കൺട്രോൾ ചെയ്യും. അത് സത്യത്താലുള്ള വിശദീകരണമല്ല. അതെന്ത് സംഭവിക്കുന്നത്, നമ്മുടെ മൈൻഡ് പവർ വെച്ച് എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ് ജീവിക്കുന്നത്. അവരുടെ മനസ്സിന്റെ കൺട്രോൾ വെച്ചാണ് നിയന്ത്രിക്കുന്നത്. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് പറ്റത്തില്ല. അപ്പൊ അവർ ഭയങ്കര മോശക്കാരാ മറ്റുള്ളവർ മുന്നിൽ. നീ എന്താ ഇങ്ങനെ വൾണറബിൾ ആകുന്നേ, നീ ഇങ്ങനെ ഡൗൺ ആകാതെ എന്നെ പോലെ ആകും. ഇപ്പം ചർച്ചിൽ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഭയങ്കര വലിയ ആളാ, അവൻ ഇച്ചിരി സ്ട്രോങ് ആ. അവൻ എന്തെങ്കിലും പറഞ്ഞാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ആ ബ്രദറെ എന്ന് പറഞ്ഞാൽ ചിരിച്ചാൽ തള്ളും. എവിടാ ചിരിക്കുന്നേ? മനസ്സിൽ ആ വ്രണം കിടപ്പുണ്ട്. അത് അവരുടെ കുഴപ്പമല്ല, അത് മാറുന്നില്ല. അത് അവർക്ക് അറിയത്തില്ല എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യുന്നതെന്ന്. ആ സാധനം ഉള്ളിൽ കിടപ്പുണ്ട്, അത് സഹിച്ചു വെച്ചിട്ടാ സ്നേഹിക്കാൻ ശ്രമിക്കുക, പറ്റത്തില്ല. പക്ഷെ മറ്റേയാൾ ഭയങ്കര വളർന്നു, അയാൾക്ക് പറ്റുന്നില്ല ഈ സാധനം കാണിക്കാൻ. കാരണം അയാള് ഭയങ്കര വീക്കാണ് മാനസികമായിട്ടും. അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നത്? ഞാനത് കണ്ട് ഈ മനസ്സിൽ വീക്കായിട്ടുള്ളവരാണ് ദൈവത്തിന്റെ യഥാർത്ഥ വിശദീകരണം പ്രാപിക്കുന്നവർ. കാരണം ഈ സ്ട്രെങ്ത് ഉള്ള ആൾക്കാർ അവിടെ ആ ഫോൾസ് സ്ഥാനം കാണിച്ചിട്ട് അവരങ്ങ് സംതൃപ്തിയാണ്. അവർ വഞ്ചിക്കപ്പെടുന്നതാണ്, അവരറിയാതെ പോലും വഞ്ചിക്കപ്പെടുന്ന ഓരോ നിമിഷവും വഞ്ചിക്കപ്പെടും. അതെങ്ങനെ അവരറിയത്തില്ല. ഇതിങ്ങനെ കാണിച്ച് ഇപ്പൊ ചർച്ചിൽ വന്ന ഇന്നത്തെ ദിവസം ചർച്ചില് ആ മനുഷ്യനെ കണ്ടാൽ മതിയല്ലോ, അപ്പം തിരിച്ചു കാണിച്ചേക്കാം, അത് കഴിഞ്ഞാൽ കാണണ്ടല്ലോ, അപ്പൊ അത്രയും നേരം ചിരിച്ചു കാണിച്ചാൽ മതി, അപ്പൊ അത്രയും നേരം എന്റെ മനസ്സ് എനിക്ക് കൺട്രോൾ വരും. അത് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടോന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നറിയോ? ഈ ആളെ പറ്റി പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ വരും. നമ്മൾ അയാളെ പറ്റി നെഗറ്റീവ് പറയുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് സന്തോഷം വരും. ഇതിന്റെയൊക്കെ അർത്ഥം നമ്മുടെ ഉള്ളിൽ ആ സാധനം കിടപ്പുണ്ടെന്നാ, പോയിട്ടില്ലെന്നാ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശക്തി ഭയങ്കര ശക്തിയാണ്. സാധനം പൂർണ്ണമായി ഇല്ലാതാക്കി കളയാനുള്ള റിസറക്ഷന്റെ പവറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രാണന്റെ തലത്തിലാണ് നമുക്ക് ഈ പറയുന്ന വേദനകൾ അനുഭവിക്കപ്പെടുന്നത്. ഇപ്പൊ പ്രാണന്റെ തലത്തിലാണ് നമുക്ക് ഈ വേദന നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ ഈ ആൾക്കാർ പുറമെ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഈ സാധനത്തെ ഇല്ലാതാക്കുവാൻ കഴിയത്തില്ല. അപ്പൊ എന്താണ് വേണ്ടത്? ഹീലിംഗ് ആണ് വേണ്ടത്. ഇന്നർ ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ് പല മിനിസ്ട്രികളും കണ്ടിട്ടുണ്ട്. അതിനകത്തൊന്നും ഈ ഇന്നർ ഹീലിംഗിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടുമില്ല. ഈ സത്യത്താൽ എങ്ങനെ ഇത് വിശദീകരിക്കപ്പെടുന്നു എന്നുള്ളതൊന്നും പറയത്തില്ല. കാരണം ഇതെന്താ അറിയോ, ഒറ്റ നിമിഷം കൊണ്ട് നടക്കത്തില്ല. നിങ്ങളുടെ ഉള്ളിലെ വേദന, ആ സെൻസിറ്റീവ്നെസ്, അത് ദൈവം ഇട്ടേക്കുന്നതാണ്. അത് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകത്തില്ല. അത് ക്രിസ്തുവിന്റെ ജീവൻ ആ ഓരോ സെക്കൻഡിലും സത്യത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. എന്താണ് സത്യം? സത്യം എന്താണ് പറയുന്നത്? ഇപ്പൊ ഒരാൾ എന്നെ ഉപദ്രവിക്കാൻ വരുന്നു, അവൻ എന്നെ അടിച്ചു, അവൻ എന്നെ ഒരുപാട് മുറിവേൽപ്പിച്ചു. എന്താണ് സത്യം? സത്യം എന്താണ്? ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് പെടാതെ വേണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. സത്യത്താൽ അവരെ വിശദീകരിക്കപ്പെടണമേ, നിന്റെ വചനം സത്യമാകുന്നു. നിന്റെ വചനമാകുന്നു സത്യം. അപ്പം ദൈവത്തിന്റെ നീതി എന്താണ് പറയുന്നത്? ഈ മനുഷ്യനെ സ്നേഹിക്കാനാണ് പറയുന്നത്. അപ്പം അവിടെ ഞാൻ എന്ത് ചെയ്യപ്പെടുകയാണ്? എന്റെ സെൽഫിൽ എനിക്കൊരു തീരുമാനം എടുത്ത് ഇയാളെ എന്താ ചെയ്യാ, സ്നേഹിക്കാം. പക്ഷെ ഈ സാധനം ഉള്ളിൽ നിന്ന് വരാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാ, നിസ്സഹായനായി പോവുകയാണ്. സത്യം എന്താണ് പറഞ്ഞത്? എന്നിൽ നിന്ന് ആ സ്നേഹം വരണമെന്നുള്ളതാണ് സത്യം. അതാണ് ട്രൂത്ത്. ഞാൻ വേറൊരു രാജ്യത്തിന് വേണ്ടിയുള്ളവനാണ്, ഞാൻ സ്വർഗരാജ്യം നോക്കിയിരിക്കുന്നവനാണ്, എന്നിൽ നിന്ന് ക്രിസ്തുവിന്റെ ജീവനാണ് വരേണ്ടത്. അപ്പൊ എനിക്ക് ഇയാളോട് പക പാടില്ല, കൺട്രോൾ ചെയ്ത് വെക്കാനും പാടില്ല, കാരണം ഉള്ളിൽ സാധനം ഇരിക്കും. അപ്പൊ എന്ത് ചെയ്യാണ്, ഞാൻ മൊത്തത്തില് നത്തിങ്ലെസ്സിലേക്ക് പോവുകയാണ്, ഒരു മരവിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ആ സ്പോട്ടിൽ ക്രിസ്തുവിന്റെ ജീവനിലേക്ക് ഞാൻ ആശ്രയിക്കുകയാണ്. ആ സ്പോട്ടിൽ തന്നെ ഈ കൃപ ഇറങ്ങിയിട്ട് എന്റെ ആ മുറിവ് വെച്ച് ഹീലാക്കുകയാണ്. ആ സ്പോട്ടിലാണ് നടക്കുന്നത്. നിങ്ങൾ അത് അവോയ്ഡ് ചെയ്തായിരുന്നെങ്കിലോ അത് ഹീലിംഗ് നടക്കുവോ? ഇല്ല, നടക്കത്തില്ല. അപ്പൊ ആ സമയത്തിൽ എന്നെ നത്തിങ്ലെസ് മനസ്സിലാക്കി ഞാൻ കർത്താവിലേക്ക് ആശ്രയിക്കുമ്പോൾ കർത്താവിന്റെ ഹീലിംഗ് പവർ, ദൈവത്തിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്റെ മുറിവിലേക്ക് വന്ന് അതിനെ ക്യൂർ ചെയ്തിട്ട് വെച്ച് കെട്ടി അവിടെ പെർഫെക്റ്റ് ആയി. ഇങ്ങനെ ഓരോ ഏരിയയിലും ഏരിയ ബൈ ഏരിയ ആയി കർത്താവ് വിശുദ്ധീകരിക്കേണ്ടത്. ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു സാധനം അവിടെ എവിടെയൊക്കെ സ്പോട്ട് ഇരിപ്പുണ്ടോ അതിനെല്ലാം കുത്തിയെടുത്ത് അവിടെ എല്ലാം വേദനിപ്പിച്ച് അതിനെ പഴുപ്പെല്ലാം പുറത്തെടുത്ത് ആ അഴുക്കെല്ലാം പുറത്തെടുത്ത് ക്ലീൻ ചെയ്ത് കെട്ടിവെക്കും. അങ്ങനെയാണ് വിശുദ്ധീകരണം നടക്കുന്നത്. ആ ഡേ ബൈ ഡേ, സെക്കൻഡ് ബൈ സെക്കൻഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നടക്കും. അത് എങ്ങനെ നടക്കുമ്പോൾ നമ്മൾ എങ്ങനെ വിശദീകരിക്കപ്പെടുന്നത്? സത്യത്താലാണ്. സത്യം എന്താണ്? ദൈവവചനം എന്നുള്ളതാണ് സത്യം. ഈ സത്യത്തെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തില് അതിന്റെ 37-ാമത്തെ വാക്യം, പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞ യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷ്യം നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, സത്യമോ?
അതെന്താണ് കാര്യം? സത്യം എന്നാൽ എന്ത്? പീലാത്തോസ് അവനോട് ചോദിക്കുക, സത്യം എന്നാൽ എന്ത്? എന്താണ് സത്യം? നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 1:14 പറയുന്നു, അവൻ ദൈവത്തിന്റെ വചനമായവൻ ജഡരൂപം എടുത്ത് മനുഷ്യന്റെ ഇടയിലേക്ക് വന്നു, കൃപയും സത്യവും നിറഞ്ഞവനായ മനുഷ്യരുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നിറഞ്ഞവനായ മനുഷ്യരുടെ ഇടയിൽ പാർത്തു. അപ്പൊ ക്രിസ്തുവിൽ നിറഞ്ഞിരുന്നത് ആണ് ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ പീലാത്തോസിനോട് ചോദിക്കുകയാണ് എന്താണ് സത്യം എന്ന് ചോദിക്കുമ്പോൾ അവിടെ മറുപടി ഒന്നും പറയാത്തതിന്റെ കാരണം സത്യം അവന്റെ മുന്നിൽ നിൽക്കുകയാണ്. ആ സത്യത്തിനെ പറ്റി ഒരു ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഒരു കുറ്റവും കാണാത്ത അവസ്ഥ, ഒരു കുറ്റവും കാണുന്നില്ല. 37-ാമത്തെ വാക്യത്തിൽ പറയാം, ബ്ലെയിംലെസ്. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ, സത്യത്തിന് സാക്ഷ്യം നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചിരിക്കും. അപ്പം യേശുക്രിസ്തുവിലൂടെ ആണ് ലോകത്തിൽ സത്യം എന്തെന്ന് കണ്ടത്. വരാനിരിക്കുന്നതിനെ പറ്റിയുള്ള സത്യം, നീതിയെ പറ്റിയുള്ള സത്യം, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള സത്യം, ദൈവത്തിന്റെ ഹിതം എന്താണെന്നതിനെ പറ്റിയുള്ള സത്യം, എന്താണ് വരാനിരിക്കുന്നതിനെ പറ്റിയുള്ള സത്യം, പാപം എന്താണെന്നതിനെ പറ്റിയുള്ള സത്യം, എല്ലാം ഒട്ടും മാറ്റമില്ലാതെ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് സാക്ഷ്യത്തിനായി, ലോകത്തിന് സാക്ഷ്യത്തിനായി സത്യമായിട്ട് ഇറങ്ങി വന്നവൻ ആരാണ്? കർത്താവ് യേശുക്രിസ്തു. അവനിലാണ് ട്രൂത്ത് പെർഫെക്റ്റ് ആയി കാണുന്നത്. അവന്റെ ട്രൂത്താണ് നമ്മളും സ്വാധീനിക്കപ്പെടുന്നത്. അപ്പൊ എന്നെ ഓരോ ദിവസവും എന്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ സാഹചര്യങ്ങളും ഞാൻ സത്യത്തിനാൽ വിശദീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? സത്യം, ട്രൂത്ത് എന്നാണ്, ക്രൈസ്റ്റ് ആണ്. അപ്പൊ എന്റെ ജീവിതത്തിൽ ഒരു സാഹചര്യം വരുന്നു, അപ്പോൾ എന്റെ മുന്നിൽ ഈ ട്രൂത്താണ് എന്ത് ചെയ്യുന്നത്? ഈ സത്യത്തെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഈ സത്യമാണ് എന്നെ ക്രിസ്തുവിന്റെ ജീവനിലേക്ക് ആശ്രയിപ്പാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഡേ ബൈ ഡേ, സെക്കൻഡ് ബൈ ഡേ ഈ സത്യം നമ്മളെ നിയന്ത്രിക്കുകയാണെങ്കിൽ, ക്രിസ്തു എന്ന സത്യം നമ്മളെ നിയന്ത്രിക്കുകയാണെങ്കിൽ, കാരണം സത്യം പൂർണ്ണമായി, ട്രൂത്ത് എന്നുള്ള വേർഡിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺചേഞ്ചബിൾ, ഒരിക്കലും മാറാത്തത്. അത് മാറുന്നില്ല, അത് വെളിച്ചമാണ്. ട്രൂത്ത് ഇരുട്ടിനെ ഇല്ലാതാക്കുന്നതാണ്, കള്ളത്തെ ഇല്ലാതാക്കുന്നതാണ്. വെളിച്ചമാണ്, അനീതിയെ ഇല്ലാതാക്കുന്നതാണ്. ഇതെല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമാണ്, ഒരിക്കലും മാറാത്തതാണ്. ക്രിസ്തുവിലൂടെ നമ്മൾ കണ്ട ട്രൂത്ത്, ആ ട്രൂത്താണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അതാണ് അവർ അവിടെ 19-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. 19-ാമത്തെ വാക്യം മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നാ. പക്ഷെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ഫോർ their sake I consecrate myself that they also may be sanctified in truth. Sanctified in truth എന്നാ പറയാ. അവരും സത്യത്താൽ വിശദീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നാണ് പറയുന്നത്. 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പം ക്രിസ്തുവിന്റെ വചനം ആണ് ജഡമായി തീർന്നത്. ആ വചനത്തിൽ സത്യത്തിന്റെ നിറവുണ്ടായിരുന്നു, കൃപയുടെ നിറവുണ്ടായിരുന്നു. അതാണ് ഹോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് സത്യത്തിന്റെ നിറവാണ്. അത് ഒരു സിംഗുലർ വേ ആണ്, ഒരു വഴിയിലേക്കാണ് പോകുന്നത്. പിതാവിന്റെ ഇഷ്ടത്തിലേക്ക് മാത്രമാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പം ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ സത്യങ്ങളുണ്ട്. എനിക്ക് എന്റെ സത്യം, ലോകം പറയുന്നത് എന്താ? ഞാൻ പറയുന്നത് എന്റെ സത്യം, നിനക്കത് ചിലപ്പോൾ കള്ളമായിരിക്കാം, നിനക്കപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കും. നിനക്ക് നിന്റെ സത്യം, എനിക്ക് എന്റെ സത്യം. അങ്ങനാണോ? വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങനെങ്ങാനും പറയാൻ പറ്റുമോ? അത് അവന് ശരിയായി തോന്നി, പക്ഷെ എനിക്ക് ശരിയാകുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? അവന് ശരിയായതും യവന് ശരിയായതും ആ സഹോദരിക്ക് ശരിയായതും എല്ലാം ക്രിസ്തുവിൽ ഒരു ശരിയാണ്. ആ ഒരു ശരിയാൽ, ഒറ്റ സത്യത്താലാണ് നമ്മളെല്ലാം വിശദീകരിക്കപ്പെടുന്നത്. ഒരൊറ്റ സത്യമേ ഉള്ളൂ സഭയിൽ. ആ ഒരൊറ്റ സത്യത്താലാണ് സർവ്വ മനുഷ്യരും വിശദീകരിക്കപ്പെടുന്നത്. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരൊറ്റ സത്യമാണ് ഇരിക്കുന്നത്. ആ സത്യം തന്നെയാണ് ഈ സത്യമാണ് നമ്മളിലൂടെ ലോകത്തിന് സാക്ഷ്യമാകുന്നതും. ഓക്കെ. അപ്പൊ ഈ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ, അത് നമ്മുടെ ലൈഫിൽ ഒരു ഭയങ്കര പീക്ക് സ്റ്റേജിലേക്കാണ് കൊണ്ടുവന്നത്. വിശുദ്ധീകരണത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു സ്റ്റേജിലേക്കാണ് ഈ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഈ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ്, അപ്പോൾ ഒരു വേദന വരുമ്പോൾ, ഒരു മുറിവ് വരുമ്പോൾ, ഭാരം വരുമ്പോൾ ഹീലിംഗ്. അപ്പം ജന്മന ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാള്. ഞാൻ ഇച്ചിരി വൾണറബിൾ ആണ്, ഞാൻ ഇച്ചിരി സെൻസിറ്റീവ് ആയിരുന്നു. പക്ഷെ കർത്താവ് ഒരുപാട് മാറ്റിക്കൊണ്ട് വരുന്നുണ്ട്. എന്നെ ഭയങ്കര വേദനയിലൂടെ കടത്തിക്കൊണ്ട് പോയിട്ടാണ് കർത്താവ് എന്നെ ക്യൂർ ചെയ്തിട്ടുള്ളതെല്ലാം. അപ്പൊ എന്റെ ലൈഫിൽ ദൈവം അതെങ്ങനെയാണ് സൗഖ്യമാക്കുന്നത്? ഞാൻ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് സത്യം എന്നുള്ളത് കർത്താവ് പറയാണ്, ഇത് ഹീലാകേണ്ടതിന് വേണ്ടിയാണ് നീ ഇതിലൂടെ കടന്നു പോകുന്നത്. അതാണ് സത്യം, ട്രൂത്ത്. അപ്പൊ നമ്മൾ അന്വേഷിക്കുന്നത് ഇതിന്റെ സൊല്യൂഷൻ അല്ല, ഇതിലൂടെ ദൈവം കടത്തിക്കൊണ്ട് പോകാനുള്ള കാരണമാണ്. അപ്പൊ പ്രോബ്ലംസിന്റെ സൊല്യൂഷനേക്കാൾ നമുക്ക് വേണ്ടത് ഈ സത്യം എന്താണ് ഈ പ്രോബ്ലംസ് എന്നിലൂടെ നടക്കാനുള്ള കാരണം? അത് വിശുദ്ധീകരണമാണ് എന്ന് മനസ്സിലാകുമ്പോൾ ആ പ്രോബ്ലംസ് എന്നെ വിശുദ്ധീകരണത്തിലേക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? എന്റെ ഹീലിംഗിന് വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവിന്റെ ജീവന് വേണ്ടി. അപ്പൊ കർത്താവിന്റെ ജീവന് മാത്രമേ എന്നെ ഹീൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ കർത്താവിന്റെ ജീവൻ വരുമ്പോൾ ഞാൻ ഹീലാകുകയാണ്. അപ്പൊ എന്റെ ഉള്ളിൽ ഭയങ്കര വ്രണമാണ്. അപ്പം എല്ലാവരോടും ഭയങ്കര സെൻസിറ്റീവ് ആവുകയാണ്, എല്ലാവരോടും ദേഷ്യപ്പെടുകയാണ്. അപ്പൊ ഇത് മാറേണ്ടതിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന മുഴുവനും. പക്ഷെ അതാണോ സത്യം?
അതല്ല സത്യം. സത്യം എന്താണ്? ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പൊ അതിനെന്താണ് വേണ്ടത്? കർത്താവിന്റെ ജീവനിലേക്ക് ഞാൻ നോക്കണം. അതിനുവേണ്ടിയാണ് ഈ മുറിവ് കിടക്കുന്നത്. നിങ്ങൾ പലരും വിചാരിക്കും നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവായിട്ട് ദൈവം എന്തിനാ നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ കൃപ അനുഭവിക്കേണ്ടതിന് വേണ്ടിയും നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഏറ്റവും കൂടുതൽ വീക്കായിരിക്കുള്ളത്. ഭയങ്കര ബലവാന്മാരൊന്നും കർത്താവിന്റെ വിശുദ്ധി അത്രയും പ്രാപിക്കത്തില്ല. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അവർ ഭയങ്കര വിശുദ്ധ ലൈഫൊക്കെ നയിക്കുന്ന പോലെ തോന്നും. പക്ഷെ സ്വർഗത്തിൽ തീയുടെ കടത്തി പോകുമ്പോൾ ഇത് ക്രിസ്തുവിന്റെ ജീവനല്ലാത്തതുകൊണ്ട് കത്തിയെരിഞ്ഞു പോകും. നമ്മൾ ഏറ്റവും കൂടുതൽ ബലഹീനരായിട്ടുള്ളവരാണ് ഏറ്റവും ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ വേദന അനുഭവിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, കഷ്ടത അനുഭവിക്കുന്നവർ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു അവരിൽ കർത്താവിന്റെ ആശ്വാസം പെരുകേണ്ടതിന് വേണ്ടിയാണതെന്ന്. അപ്പൊ കർത്താവ് കഷ്ടത പെരുകുന്നവർ ആശ്വാസവും പെരുകുന്നു. വേദന പെരുകുമ്പോൾ അവന്റെ സൗഖ്യം പെരുകുന്നു, അവന്റെ സ്നേഹം പെരുകുന്നു, അവന്റെ വിശുദ്ധീകരണം പെരുകുന്നു. അപ്പൊ നമ്മൾ ഈ സത്യത്താൽ നിയന്ത്രിക്കപ്പെടണം. ഓരോ വേദനയും എന്തിനു വേണ്ടിയുള്ളതാണ്? അത് മാറേണ്ടതിന് വേണ്ടി ആയിരുന്നേ കർത്താവിനെ അത് മാറ്റിയിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ. എന്തിനാ ഇതിനോട് എന്നെ ജനിപ്പിച്ചത്? ഈ വേദനയോട് എന്നെ അത്രയും സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഈ ബലഹീനായ എന്നെ എന്തിനാ ദൈവം ഇങ്ങനെ ആക്കിയത്? ഇങ്ങനെ ബലഹീനനായി വിശ്വാസിയായ എന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് കർത്താവിന്റെ ജീവൻ അത്രത്തോളം നമ്മൾ പകരേണ്ടതിന് വേണ്ടിയാണ്. നമ്മൾ അത് ഫുൾ ഗ്ലോറിയോടുകൂടി നാളെ സ്വർഗത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. അത്രത്തോളം ഇന്ന് നിങ്ങൾക്ക് അത്രത്തോളം സന്തോഷിക്കാൻ കഴിയത്തില്ല. എങ്കിലും ആത്മാവിന്റെ തലത്തിൽ അത് കാണുന്നവർക്ക് ആ ആനന്ദത്തിൽ ആനന്ദിക്കാൻ കഴിയും, ദുഃഖത്തിന് മുന്നിൽ നന്ദി പറയാൻ കഴിയും, സ്തോത്രത്തോടെ സ്തുതിക്കാൻ കഴിയും, ആ സത്യത്താൽ വിശുദ്ധീകരണത്തിന്റെ തലത്തിലേക്ക് കടക്കാൻ കഴിയും. അപ്പൊ മുറിവുകളൊക്കെ അവിടെ എന്തായി ഹീലാകുന്നത് നമുക്ക് കാണാൻ കഴിയും. വണ്ടർഫുൾ ആയിട്ട് അതെല്ലാം വാനിഷായി പോകുന്നത് കാണാൻ കഴിയും. അതൊന്നും പിന്നെ കാണാത്തതുപോലെ അവസ്ഥയിലേക്ക് ഓരോ സെക്കൻഡുകളിലും പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. എല്ലാ തിന്മയും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ള സത്യവചനമാണ് ആത്യന്തികമായി നമുക്ക് സമാധാനവും സൗഖ്യവും ആന്തരികമായും ഭൗതികമായും എല്ലാം തരുന്നത്. ദൈവം നമ്മൾ ഈ വചനങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.